ഫ്രണ്ട്സ്, ഇന്നൊരു തീർത്ഥയാത്രയായാലോ? വിശ്വാസികളുടെ അമ്മ, സമാധാന രാജ്ഞി എന്നറിയപ്പെടുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ അവസാന ദർശനം 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ, അതായത് വെറും 40 വർഷങ്ങൾക്ക് മുൻപ് 6 കുഞ്ഞുങ്ങൾക്ക് തുടർച്ചയായി ലഭിച്ച ലോക ശ്രദ്ധാ കേന്ദ്രമായി മാറിയ മജുഗോറി എന്ന പുണ്യഭൂമിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. സരൈവോ എയർപോർട്ടിൽ നിന്നും 146 കിലോമീറ്ററാണ് മജുഗോറിക്കുള്ള ദൂരം വരുന്നത്. ലൊക്കേഷൻ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ബോസ്നിയ ആൻഡ് ഹെർസിഗോവിനിയ എന്ന പ്രദേശത്തെ തെക്ക് പടിഞ്ഞാറായി കാണുന്ന ക്രൊയേഷ്യയുടെ അതിർത്തിയോട് ചേർന്നാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മെഡ്ജുഗോറി എന്ന വാക്കിനർത്ഥം പർവ്വതങ്ങൾക്കിടയിൽ എന്നാണത്രേ. പേരുപോലെ തന്നെ വലിയ പർവ്വതങ്ങൾക്കിടയിൽ 200 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നും 5 അയൽ രാജ്യങ്ങളുടെ ഒത്ത നടുക്കുമായിട്ടാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. യൂഷ്വലി ഷങ്കൻ വിസ ത്രൂവോ ഡയറക്റ്റ് ബോസ്നിയൻ വിസ ത്രൂവോ ആണ് ഇങ്ങോട്ടേക്ക് വിസിറ്റ് ചെയ്യാനുള്ള അനുമതിയുള്ളത്. അതിനായി നിരവധി ഏജൻസികൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടേക്ക് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹെൽപ്ഫുള്ളായ ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനവും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ യാത്ര മാത്രമല്ല, താമസം, ഭക്ഷണം, നിങ്ങളുടെ ഈ മുഴുവൻ യാത്രയും അവർ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മെഡ്ജുഗോറിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇക്കാണുന്നതാണ് ഇവിടുത്തെ ഇടവക ദേവാലയമായ സെന്റ് ജെയിംസ് ചർച്ച്. പള്ളിയുടെ ചരിത്രം നോക്കുവാണെങ്കിൽ 1897 ഇവിടുത്തെ ആദ്യത്തെ പള്ളി നിർമ്മിച്ചത്. എന്നാൽ 1-ാം ലോക മഹായുദ്ധകാലത്തിന് ശേഷം അത് ഉപയോഗശൂന്യമായി എന്ന് വേണം പറയാൻ. തുടർന്ന് ആ പഴയ പള്ളിയുടെ സമീപത്തായി തന്നെ 2 ഗോപുരത്തോടുകൂടി പുതിയ പള്ളി നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിക്കുകയായിരുന്നു. അക്കാലത്ത് 400 കുടുംബാംഗങ്ങൾ മാത്രമേ ഇടവക ജനമായി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും അവർ പണിതുയർത്തിയത് 2000-ത്തിലധികം പേർക്ക് ഉൾക്കൊള്ളാവുന്ന വിധത്തിലുള്ള പള്ളിയായിരുന്നു. അതുതന്നെ ദൈവഹിതമാണെന്ന് വേണമെങ്കിൽ കരുതാം. അങ്ങനെ 1969 ജനുവരി 19 ഇക്കാണുന്ന പുതിയ പള്ളി കൂദാശ ചെയ്തത്. പള്ളിയുടെ അൾത്താരയോട് ചേർന്നുള്ള ഈ ഒരു ഭാഗത്ത് തുടർച്ചയായി 3 വർഷത്തേക്ക് പ്രത്യക്ഷീകരണത്തിന്റെ ഒരു സ്ഥിരം വേദിയായിരുന്നു. ഫ്രാൻസിസ്കൻ സഭാ സന്യാസിമാരാണ് ഇവിടെ ശുശ്രൂഷ ചെയ്തു വരുന്നത്. ഈ കഴിഞ്ഞ ക്രിസ്തുമസിന് ഇടവക ജനങ്ങൾ പണിത പുൽക്കൂടാണിത്. ഇവിടെയും മെഡ്ജുഗോറി മാതാവിന്റെ രൂപസാദൃശ്യത്തിൽ പണിയാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പള്ളിമുറ്റത്തായി കാണുന്ന ഈ മാതാവിന്റെ രൂപം കണ്ടോ? ഡിനോ ഫെൽസി എന്ന ശില്പിയുടേതാണ് ഈ സൃഷ്ടി. വിശ്വാസികളായ ആയിരങ്ങൾ പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരിടം കൂടിയാണിത്. വിശുദ്ധ കുർബാനയും അതേ തുടർന്ന് മാതാവിന്റെ സ്തോത്രഗീതവും ജപമാലയുമാണ് ഇവിടുത്തെ പ്രധാന ആരാധനയായി ശുശ്രൂഷ ചെയ്യപ്പെടുന്നത്. ഇക്കഴിഞ്ഞ 2019 മെയ്യിലാണ് മെഡ്ജുഗോറിയിലേക്ക് തീർത്ഥാടനത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഔദ്യോഗികമായി അനുമതി നൽകിയത്. സ്വദേശികളുടെയും വിദേശികളുടെയും ഇഷ്ടപ്പെട്ട ഈ പുണ്യഭൂമിയിലേക്ക് 10 ലക്ഷത്തോളം പേരാണ് ഇയർലി തീർത്ഥാടനത്തിനായി എത്തുന്നത്. ഈ ദേവാലയത്തെ ലോകത്തിന്റെ കുമ്പസാരക്കൂട് എന്നാണ് ലോകം വിശേഷിപ്പിക്കുന്നത്. കാരണം ഈ പള്ളിയുടെ 2 സൈഡുകളിലും വിവിധ ഭാഷയിൽ കുമ്പസാരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഭാഷയിൽ കുമ്പസാരിക്കാനാവുന്നത് ഇവിടുത്തെ പ്രധാന കാഴ്ചയാണ്. പൂർണ്ണ ഒരുക്കത്തോടെ ഇവിടെ വന്ന കുമ്പസാരം വഴി അമ്മയിലൂടെ പാപങ്ങൾ യേശുവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് നിറഞ്ഞ മനസ്സോടെയും പൂർണ്ണ വിശ്വാസത്തോടും കൂടി ഉത്തമ വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു മാത്രമേ വിശ്വാസികൾ ഇവിടെ നിന്ന് മടങ്ങാറുള്ളൂ. ദേവാലയത്തിന്റെ പുറകുവശത്തേക്ക് നടക്കുമ്പോൾ കാണുന്ന ഈ കെട്ടിടം ഒരു സുവനിയർ ഷോപ്പാണ്. വിശ്വാസത്തിനും പ്രാർത്ഥനകൾക്കുമായി വിശാലമായ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞു കാശുരൂപം മുതൽ വിവിധ സന്യാസ സമൂഹത്തിലെ വൈദികരണിയുന്ന ലോഹ വരെ ഇവിടെ ലഭ്യമാണ്.
പള്ളിയുടെ മുമ്പിലായി കാണുന്നത് ഒരു ബലിവേദിയാണ്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് പിന്നാലെ തീർത്ഥാടകരുടെ ഒഴുക്കായിരുന്നു. തുടർന്ന് പള്ളിയിൽ ഉൾക്കൊള്ളാവുന്നതിലപ്പുറം വിശ്വാസികളായതിനെ തുടർന്ന് 1989 നിർമ്മിച്ചതാണ് ആ പുറത്ത് കാണുന്ന ബലിവേദി. മാതാവിൻ്റെ ആഹ്വാനാർത്ഥം ഒറ്റയ്ക്കും കൂട്ടമായും ജപമാല ചൊല്ലി നീങ്ങുന്ന യുവത്വം ഇവിടെ ഒരു അത്ഭുത കാഴ്ചയാണ്. അതിനായി ദേവാലയത്തിന് ചുറ്റും ജപമാല രഹസ്യങ്ങളുടെ പാത തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ കാണുന്ന ക്രിസ്തുരൂപം കണ്ടോ? ഏകദേശം 30 അടിയോളം ഉയരമുണ്ടതിന്. സൂക്ഷിച്ചു നോക്കിയാൽ ആ ക്രിസ്തുരൂപത്തിൻ്റെ വലത് കാലിൽ കൂടി ഒരിക്കലും വറ്റാതെ ഇറ്റിറ്റായി വെള്ളം ഒഴുകുന്നത് കാണാം. ഇവിടുത്തെ സ്വർഗീയ ഇടപെടലിൻ്റെ സൂചനയായിട്ടാണ് ഇന്നാട്ടുകാർ അത് വിശ്വസിക്കുന്നത്. ഇതൊക്കെയാണ് സെന്റ് ജെയിംസ് ദേവാലയത്തിൻ്റെ കാഴ്ചകൾ. അതിരാവിലെ ആയതുകൊണ്ടും മഞ്ഞുകാലം ആയതുകൊണ്ടും വിശ്വാസികളുടെ തിരക്ക് ഇപ്പം അല്പം കുറവാണ്. എങ്കിലും ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 2.25 കിലോമീറ്റർ പോലും ഇല്ല മാതാവ് ആദ്യം ദർശനം നൽകിയ മലയായ അപ്പാരിഷൻ ഹില്ലിലേക്ക്. ഇനി നമ്മുടെ യാത്ര നേരെ അങ്ങോട്ടേക്കാണ്. തീർത്തും ഗ്രാമപ്രദേശത്തൂടെയാണ് റോഡ് പോകുന്നത്. ചെന്നെത്തുന്നത് മലയുടെ അടിവാരത്തേക്കും. ഈ കാണുന്ന സൈൻ ബോർഡ് കഴിഞ്ഞ് അകത്തേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഏപ്രിൽ മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ് ഇവിടെ വിശ്വാസികളുടെ തിരക്കുണ്ടാകാറ്. സോ ആ സമയത്ത് സൈൻ ബോർഡ് കഴിഞ്ഞ് അകത്തേക്ക് വാഹനങ്ങൾക്ക് തീരെ പ്രവേശനമില്ല. അതിനു മുമ്പായി തന്നെ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന വഴിയെ പാറക്കൂട്ടങ്ങൾ കടന്നു വേണം നമുക്ക് മുന്നോട്ട് പോവാൻ. ആ കാണുന്ന ബ്ലൂ ക്രോസ് ഏരിയ കണ്ടോ? മാതാവിൻ്റെ ദർശനം ലഭിച്ച കുഞ്ഞുങ്ങൾ ആദ്യ ദിനങ്ങളിൽ ഒത്തുകൂടിയതും പ്രാർത്ഥിച്ചതും പിന്നീട് ദർശനങ്ങൾ ലഭിച്ചതും ഇവിടെ വെച്ചാണ്. നിശബ്ദമായി പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ചാണ് വിശ്വാസികൾ ഇവിടെ നിന്നും മുന്നോട്ട് പോകാറ്. അങ്ങോട്ടേക്കുള്ള ദൂരം എത്രയാന്ന് ചോദിച്ചാൽ ഒരു കൊന്ത ചൊല്ലി തീരുന്ന സമയം എന്നാണ് പറയാറ്. കാരണം ഈ കൂർത്ത പാറക്കല്ലുകളുടെ ഇടയിലൂടെ ഭക്തിപൂർവം കൊന്ത ചൊല്ലിയും പീഡാനുഭവങ്ങൾ അനുസ്മരിച്ചും അമ്മയുടെ സാന്നിധ്യത്തോടു കൂടി മാത്രമേ മല ചവിട്ടി കയറാൻ സാധിക്കുള്ളൂ. പ്രത്യക്ഷക്കുന്നിലേക്കുള്ള നടപ്പാത അല്പം ക്ലേശകരമായി തോന്നാം. അതുപോലെ നല്ല സ്ലിപ്പറിയും കൂടിയാണ്. കൂടാതെ പോകേണ്ട ദിശ മനസ്സിലാക്കി തരാനായി മണ്ണുകളിൽ പതിപ്പിച്ച ലൈറ്റുകൾ കാണാം. ആ ദിശയിൽ പതിയെ നടന്നാൽ മാത്രമേ മലമുകളിലേക്ക് സേഫായി എത്താനാവൂ. ഈ കാണുന്നിടത്താണ് മാതാവ് ആദ്യമായി ദർശനം നൽകിയത്. ആ സംഭവം പറയാം. 1981 ജൂൺ 24 വൈകിട്ട് 6 മണിക്കാണ് 11 വയസ്സ് മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് മുമ്പിൽ മാതാവ് ദർശനം നൽകിയത്. ഒരു തൂവെള്ള വസ്ത്രത്തിൽ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ ഒരു കുഞ്ഞിനെയും കൊണ്ടായിരുന്നു മാതാവ് ആദ്യം ദർശനം നൽകിയത്. ആദ്യ പ്രത്യക്ഷീകരണത്തിന് ശേഷം തുടർച്ചയായ 2 ദിവസങ്ങളിൽ മാതാവ് അതേ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. താൻ ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവം ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള സത്യം ലോകത്തെ പഠിപ്പിക്കാനാണെന്നും മനുഷ്യജീവിതം മാനസാന്തരത്തിലൂടെയും ഹൃദയപരിവർത്തനത്തിലൂടെയും പ്രിയപുത്രൻ യേശു വഴി ലോകസമാധാനം ലക്ഷ്യം വയ്ക്കുന്നു എന്നൊക്കെയാണ് മാതാവ് ആഹ്വാനം ചെയ്തത്. മാതാവിനെ ആദ്യം ദർശിച്ച കുട്ടികളുടെ സഹായത്തോടെ
എല്ലാവരും മാതാവിൻ്റെ കയ്യിലും വസ്ത്രത്തിലും ശിരസിലും സ്പർശിച്ചു. പെട്ടെന്ന് മാതാവിൻ്റെ തൂവെള്ള വസ്ത്രത്തിൽ നിറയെ കറയും അഴുക്കും പുരളുന്നതായി കണ്ടു. പാപത്തിൻ്റെ കറയാണെന്ന് അമ്മ വെളിപ്പെടുത്തിയതായി ദർശനം ലഭിച്ച കുട്ടികളായ മിരിയാന, ഇവാൻക, ഇസ്ക, ഇവാൻ, മരിയ, യാക്കോബ് എന്നിവർ വെളിപ്പെടുത്തി. ഇവിടെ അടുത്ത് തന്നെ മറ്റൊരു ക്രൂശിത രൂപം കൂടി കാണാനാവും. പാപികളുടെ മാനസാന്തരത്തിനായി ഇന്നും മാതാവ് കുരിശിന് താഴെ മാധ്യസ്ഥം വഹിക്കുന്നു എന്നാണ് പ്രത്യക്ഷീകരണം സ്വീകരിച്ച ജീവിക്കുന്ന ദൃക്സാക്ഷികൾ ഒരുപോലെ പറയുന്നത്. ഇതോടുകൂടി പ്രത്യക്ഷക്കുന്നിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. ഇവിടെ വരുന്ന ഓരോ വിശ്വാസികളിലും ദൈവിക ഇടപെടലിന്റെ വലിയ അടയാളങ്ങൾ കാണിക്കാറുണ്ട്. ഒന്നാമതായി, വിശ്വാസികൾ വലിയ സ്നേഹത്തോടും വിശ്വാസത്തോടും ഭക്തിയോടും കൂടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, അവർ ആഴമേറിയ അനുതാപത്തോടെ കുമ്പസാരിക്കുന്നു എന്നുള്ളത്. മൂന്നാമതായി, ആന്തരിക സമാധാനത്തിലാണ് അവർ ഇവിടുന്ന് മടങ്ങുന്നു എന്നുള്ളതാണ്. കയറിയതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ വേണം തിരിച്ചിറങ്ങാനായിട്ട്. കാരണം സ്ലിപ്പാകാനുള്ള ചാൻസ് 2 മടങ്ങ് കൂടുതലാണ്. എങ്കിലും വിശ്വാസികളുടെ ഒഴുക്കിനെ അത് ബാധിച്ചിട്ടേയില്ല. പ്രതിവർഷം 10 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഇവിടെ വന്ന് വിശ്വാസത്തോടെ മടങ്ങുന്നത്. മലയിറങ്ങി താഴെ എത്തുമ്പോൾ താഴ്വാരത്തും വിശ്വാസികൾക്കായി തുറന്നിരിക്കുന്ന നീണ്ട ഷോപ്പുകളുടെ നിര തന്നെ കാണാം. ഇവിടെ വരുന്നവരാരും പോകാൻ മറക്കാത്ത മറ്റൊരു ഏരിയയാണ് നാൻസി ആൻഡ് പാട്രിക് കാസ്റ്റിൽ. നടന്നു പോകാനുള്ള ദൂരമേ അങ്ങോട്ടേക്കുള്ളൂ. ഏറിയാൽ ഒരു 1.25 കിലോമീറ്റർ ദൂരം. ഇതാണ് ആ സ്ഥലം. വിശാലമായ മൈതാനവും അതിനോട് ചേർന്ന് മധ്യകാല രൂപത്തിൽ പണിതെടുത്ത ഒരു റിട്രീറ്റ് സെന്ററാണിത്. വളരെ വ്യത്യസ്തമായി നിർമ്മിച്ച ഈ കാസ്റ്റിനുള്ളിൽ 3 ചാപ്പലുകളുണ്ട്. നാൻസി ആൻഡ് പാട്രിക് കാസ്റ്റിലിന് പിന്നിൽ ഒരു കഥയുണ്ട്. കാനഡയിലെ വലിയ ബിസിനസ്സുകാരനായിരുന്നു പാട്രിക്. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഭാര്യയാണ് ക്രൊയേഷ്യക്കാരിയായ നാൻസി. നാൻസി മാതാവിൻ്റെ സന്ദേശം അടങ്ങിയ ഒരു പുസ്തകം പാട്രിക്കിന് നൽകുകയുണ്ടായി. അതിൽ നിന്നും പ്രചോദനം സ്വീകരിച്ച് മാതാവിൻ്റെ ഒരു വലിയ ഭക്തനായി പാട്രിക് മാറി. പിന്നീട് അവർ മെഡ്ജുഗോറിയയിലേക്ക് എത്തുകയും 1990 ഈ കാസ്റ്റിൽ രൂപകൽപ്പന നൽകുകയും ചെയ്തു. പിന്നീട് മാതാവിൻ്റെ ദർശനം ലഭിച്ച കുട്ടികളടക്കം ഒരുപാട് വിശ്വാസികൾ ഇവിടെ ഒത്തുകൂടുകയും പ്രാർത്ഥനകൾക്കും മറ്റു പല വിശ്വാസ പ്രവർത്തികളിലും സജീവമാവുകയും ചെയ്തു. പിന്നീട് മെഡ്ജുഗോറിയയിലെത്തുന്ന എല്ലാ വൈദികർക്കും സന്യാസികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും സൗജന്യ താമസ സൗകര്യം പാട്രിക് നൽകി തുടങ്ങി. വിശ്വാസികളുടെ സ്വപ്നഭൂമിയായ മെഡ്ജുഗോറിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മെഡ്ജുഗോറിയയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസിയുടെ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും മറ്റൊരു യാത്രാവിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. സൈനിങ്